അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാത്തിനും കാരണം അഫാന്റെയും കുടുംബത്തിന്റെയും ആഡംബര ജീവിതമാണ്. അടിച്ചു പൊളിച്ചുള്ള ജീവിതം. വരുമാനം നോക്കാതെയുള്ള ചെലവാക്കലാണ് എല്ലാത്തിനും കാരണമായി മാറിയത് എന്നാണ് നിലവിൽ മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. നിലവിൽ അഫാന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇതിനുള്ള കാരണമായി പോലീസ് എത്തി നിൽക്കുന്നത്, പോലീസിന്റെ നിഗമനം സാമ്പത്തിക ബാധ്യത തന്നെയാണ് എന്നുള്ളതാണ്. അടിച്ചു പൊളിച്ച് ജീവിക്കുന്നതിന് വേണ്ടി അഫാൻ കുറഞ്ഞ കാലത്തിനിടെ വാങ്ങിക്കൂട്ടിയിട്ടുള്ള ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യത കടക്കാർ വീട്ടിൽ കയറി ഇറങ്ങാൻ തുടങ്ങി. അത് വീട്ടാൻ കഴിയില്ല എന്നുള്ളൊരു സ്ഥിതിയിലായി. നേരത്തെ നല്ല വരുമാനമുണ്ടായിരുന്ന കുടുംബമാണ്. 10-25 വർഷമായിട്ട് അഫാന്റെ ഉപ്പ റിയാദിൽ അവിടെ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്പെയർ പാർട്സിൻ്റെ ബിസിനസ്സാണ്. നല്ല വരുമാനം ഉണ്ടായിരുന്നു. 3-4 ഷോപ്പ് അവിടെ ഉണ്ടായിരുന്നു അത്ര. അപ്പോൾ നല്ല വരുമാനം ഉണ്ടായിരുന്നു ആദ്യമൊക്കെ. അപ്പോൾ ആ ക്യാഷ് കൊണ്ട് കുടുംബം ഇവിടെ അടിച്ചു പൊളിച്ചാണ് ജീവിച്ചിരുന്നത്. കൊറോണ കാലത്ത് ഉപ്പാൻ്റെ ബിസിനസ് ആകെ തകർന്നു പോയി. കടകളൊക്കെ പൂട്ടി, സാമ്പത്തികമായി വലിയ ബാധ്യതയിലായി. ഉപ്പാക്ക് അവിടെ നിന്ന് നാട്ടിലേക്ക് വരാൻ കഴിയാത്തൊരവസ്ഥയായി. അവസാനം ഇപ്പോൾ വന്നു പോയിട്ട് 7 വർഷമായത്രേ. ഈ അഫാൻ്റെ ഉപ്പ നാട്ടിൽ വന്നു പോയിട്ട് 7 വർഷമായി എന്ന്. റിയാദിലായിരുന്നു ഇവരുടെ ഷോപ്പും മറ്റുമൊക്കെ ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് ഇദ്ദേഹം ഇപ്പോൾ ഒളിവിൽ ദമാമിൽ പോയി താമസിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഉമ്മയെ അവസാനമായി ഒന്ന് കാണാൻ, അദ്ദേഹത്തിൻ്റെ മകൻ അവസാനമായി കാണാൻ, ജ്യേഷ്ഠൻ അവസാനമായി ഒരു നോക്ക് കാണാൻ പോലും, നേരിൽ കാണാൻ പോലും വരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അത്രത്തോളം വലിയ പ്രയാസത്തിലാണ് ഈ അഫാൻ്റെ ഉപ്പ അവിടെയുള്ളത്. പക്ഷെ കുടുംബം നേരത്തെ അടിച്ചു പൊളിച്ച് ജീവിച്ച് പഠിച്ചതുകൊണ്ട് അഫാന് ആ ഒരു ജീവിത ശൈലിയിൽ നിന്ന് ഒന്ന് പുറകോട്ട് വരാൻ അഫാന് കഴിഞ്ഞില്ലത്രേ. ഒരു ബൈക്ക് ഉണ്ടായിരിക്കെ, ഒരു ബുള്ളറ്റ് ഉണ്ടായിരിക്കെ തന്നെ മറ്റൊരു ബൈക്ക് കടം വാങ്ങി അഫാന് മേടിച്ചു. നല്ല ഫോണ് മേടിക്കുന്നു. അങ്ങനെ ഒരു കുറവുമില്ലാതെ അടിച്ചു പൊളിച്ചായിരുന്നത്രേ അഫാന്റെയും കുടുംബത്തിൻ്റെയും ഒക്കെ ജീവിതം. വരുമാനമൊന്നുമില്ല എങ്കിൽ അടിച്ചു പൊളിക്കൊരു കുറവുമില്ല. അങ്ങനെ കിട്ടാവുന്നിടത്തു നിന്നൊക്കെ വാങ്ങിക്കൂട്ടിയ ഈ ഒരു സാമ്പത്തികം വലിയ പ്രശ്നമായി മാറി, വലിയ ബാധ്യതയായി മാറി. കടക്കാർ വീട്ടിൽ കയറി ഇറങ്ങാൻ തുടങ്ങി. അതുപോലെ കുടുംബക്കാരെ നിരന്തരം ഉപദേശിക്കാൻ വേണ്ടി തുടങ്ങി. ഇങ്ങനെ ഈ സാമ്പത്തികം ഇങ്ങനെ കടം വാങ്ങിയിട്ട് മുന്നോട്ട് പോയാൽ പരാജയപ്പെടും, അതുകൊണ്ട് ഒരിക്കലും ശരിയാവില്ല, നീ ഇങ്ങനെ കടം വാങ്ങരുത് എന്ന് മൂത്താപ്പയും അബ്ദുൽ ലത്തീഫും അതുപോലെ മറ്റുള്ളവരൊക്കെ ഇങ്ങനെ ഉപദേശിച്ചിരുന്നു. ഈ ഉപദേശവും അഫാനും കുടുംബത്തിനും അത്രത്തോളം അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. അതാണ് അവസാനം ഇപ്പോൾ ഈ ഒരു ക്രൂരതയിലേക്ക് അഫാനെ എത്തിച്ചത് എന്നുള്ളൊരു നിഗമനത്തിലാണ് നിലവിൽ പോലീസ് എത്തിയിട്ടുള്ളത്. നേരത്തെ തന്നെ കുടുംബം ഒന്നടങ്കം ആത്മഹത്യ ചെയ്യാനുള്ളൊരു തീരുമാനമുണ്ടായിരുന്നു എന്നും പറയുന്നു. കുടുംബം ഒന്നടങ്കം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. എല്ലാവരും കൂടി അങ്ങ് ആത്മഹത്യക്ക് മുതിരുന്ന സമയത്ത് ആരെങ്കിലും രക്ഷപ്പെട്ടാലോ, ആരും രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് താൻ ഈ ക്രൂരതകളൊക്കെ ചെയ്തത് എന്നാണ് അഫാൻ പറഞ്ഞത് എന്നൊക്കെയാണ് നിലവിൽ മാധ്യമങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്നൊക്കെ പോലീസ് അന്വേഷിച്ച് പിന്നീട് കൃത്യമായി കണ്ടെത്തും. നിലവിൽ പോലീസ് എത്തി നിൽക്കുന്ന നിഗമനമാണ് ഈ ഒരു സാമ്പത്തിക ബാധ്യതയാണ്. നിലവിൽ ഇങ്ങനെ ഒരു കുടുംബം ഒന്നടങ്കം ആത്മഹത്യ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു എന്നൊക്കെ. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇതിലേക്ക് ഈ ഫർസാനയെ കൊണ്ടുവന്നത്? അതുപോലെ എന്തിനാണ് വല്യമ്മയെ കൊലപ്പെടുത്തിയത്? എന്തിനാണ് മൂത്താപ്പയെ കൊലപ്പെടുത്തിയത്, മൂത്തുമ്മയെ കൊലപ്പെടുത്തിയത് എന്നുള്ളതൊക്കെ മറ്റൊരു ചോദ്യമാണ്. ഏതായാലും വല്ലാത്തൊരു ക്രൂരത തന്നെയാണ് അഫാൻ അവിടെ കാണിച്ചു കൂട്ടിയിട്ടുള്ളത് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. വല്ലാത്തൊരു ക്രൂരത, ഒരു മനുഷ്യനും ഒരിക്കലും ചെയ്യാൻ കഴിയാത്ത ക്രൂരത. സാമ്പത്തിക ശുദ്ധിയില്ലെങ്കിൽ, അല്ലെങ്കിൽ സാമ്പത്തികമായൊരു കൃത്യമായൊരു അച്ചടക്കം നമുക്കില്ലെങ്കിൽ നാം വലിയ പ്രതിസന്ധിയിൽ പെട്ടുപോകും. അത് യാഥാർത്ഥ്യമാണ്. സാമ്പത്തികം കിട്ടുന്നത് പോലെയൊക്കെ വാങ്ങിക്കൂട്ടി അടിച്ചു പൊളിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ കടക്കാർ ചോദിക്കുന്ന സമയത്ത് തിരിച്ചു കൊടുക്കാൻ കഴിയണ്ടേ? അല്ലെങ്കിൽ അതിനൊരു വഴി കണ്ടെത്തിയിട്ട് വേണ്ടേ? അല്ലെങ്കിൽ ഇന്ന മാർഗത്തിലൂടെ കിട്ടുമെന്ന് ഒരു പ്രതീക്ഷ ഉണ്ടെങ്കിലല്ലേ കടം വാങ്ങാൻ പറ്റുള്ളൂ. ഇത് അതിനും അപ്പുറം അടിച്ചു പൊളിച്ച് ജീവിക്കുന്നതിന് വേണ്ടിയാണ്. വീട്ടിലെ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയല്ല, അല്ലെങ്കിൽ വീട്ടിലെ ചെലവിന് വേണ്ടിയല്ല, ഉമ്മാൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയല്ല ഈ ഇത്രയും ക്യാഷ് വാങ്ങിച്ചു കൂട്ടിയിട്ടുള്ളത്. മറിച്ച് ഒരു ബുള്ളറ്റ് ഉണ്ടായിരിക്കെ മറ്റൊരു ബൈക്ക്, നല്ല ഫോൺ മേടിക്കുന്നതിന് വേണ്ടി, അടിച്ചു പൊളിച്ച് കറങ്ങി നടക്കുന്നതിന് വേണ്ടിയാണ് ഇത്രയും വലിയ ഒരു ബാധ്യത ഈ ചുരുങ്ങിയ പ്രായത്തിൻ്റെ ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാണ് മാധ്യമങ്ങളിൽ നിന്നും മറ്റുമൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ആ ഒരു ബാധ്യതയാണ് അവസാനം ഇങ്ങനെ എല്ലാവരെയും കൊലപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത്. സ്വന്തം ഉമ്മയെ ഷാള് മുറുക്കി ആദ്യം കഴുത്ത് ഞെരിച്ച് മുഖമൊക്കെ തലക്കടിച്ച് ഉമ്മയെ കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നു. ഉമ്മ കൊല്ലപ്പെട്ടു എന്ന് കരുതി വാതിലടച്ച് നേരെ വല്യമ്മയുടെ അടുക്കിലേക്ക്, 88 വയസ്സുകാരിയായ വല്യമ്മയുടെ അടുക്കിലേക്ക് ചെല്ലുന്നു. ഈ 87 വല്യമ്മയൊക്കെ ക്രൂരമായി കൊലപ്പെടുത്തുക എന്നൊക്കെ പറയുമ്പോൾ
വല്ലാത്തൊരവസ്ഥ തന്നെയല്ല ആ സമയത്തുള്ളൊരു മെൻറ്റാലിറ്റി. എങ്ങനെ കഴിയുന്നു? ഉമ്മയെ വേദനിപ്പിച്ചിട്ട് ഉമ്മ മരിച്ചു എന്ന് കരുതിയിട്ടാണ് പോകുന്നത്. അവിടെ എത്തുന്നത് വരെ 25 കിലോമീറ്ററോളം യാത്ര ചെയ്തിട്ടുണ്ട്. അവിടെ എത്തുന്നത് വരെയും മനസ്സിനൊരു കുലുക്കവും ഉണ്ടായില്ല എന്ന് പറയുന്നതാണ് വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നത്. എന്നിട്ട് 88 വയസ്സുകാരിയായ വല്യമ്മയെ, തങ്ങളെ ഏറെ സ്നേഹിച്ചിരുന്ന, ബഹുമാനിച്ചിരുന്ന, ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടിരുന്ന ആളുകളെയാണ് ഈ കൊലപ്പെടുത്തുന്നത്. അത് കഴിഞ്ഞിട്ട് മൂത്താപ്പ സ്വന്തം അനിയൻ്റെ മോനാണല്ലോ, അതുകൊണ്ട് അവനൊരു അപകടത്തിൽ ചെന്ന് ചാടരുത് എന്ന് കരുതിയിട്ടാണ് മൂത്താപ്പ പലപ്പോഴും ഇവനെ ഉപദേശിച്ചിരുന്നത്. മോനെ ഇങ്ങനെ ക്യാഷ് കടം വാങ്ങരുത്, നീ ഒരു കടബാധ്യതകൾക്കിടയിൽ എന്തെങ്കിലും ജോലി ചെയ്ത് കടം വീട്ടാൻ ശ്രമിക്കാതെ ഇങ്ങനെ പ്രണയിച്ച് നടക്കരുത് എന്നൊക്കെ മൂത്താപ്പ ഇങ്ങനെ നിരന്തരം ഉപദേശിച്ചിരുന്നു. അതും അഫാന് തീരെ ഇഷ്ടപ്പെട്ടില്ല. അതിൻ്റെ പേരിലായിരിക്കാം മൂത്താപ്പയെ കൊലപ്പെടുത്തിയത്, മൂത്തമ്മയെ കൊലപ്പെടുത്തിയത് എന്നൊക്കെയാണ് നിലവിൽ മാധ്യമങ്ങളിൽ നിന്നും മറ്റുമൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അത് കഴിഞ്ഞ് വന്ന് തൻ്റെ കുടുംബത്തിൽ ആരും ബാക്കി വേണ്ട, അങ്ങനെ ആരെങ്കിലും ബാക്കി ഉണ്ടായാൽ പിന്നെ സാമ്പത്തിക ബാധ്യത അവരുടെ പേരിലാകുമല്ലോ, അവർ വിഷമിക്കേണ്ടി വരുമല്ലോ, ആരും വേണ്ട, അതുകൊണ്ട് അനിയനെ കൊലപ്പെടുത്തുന്നു. പിന്നെ താനേറെ സ്നേഹിക്കുന്ന തൻ്റെ കാമുകിയെ കൊലപ്പെടുത്തുന്നു. ഇങ്ങനെയൊക്കെ കാരണമായി പറയുന്നത് ഇതൊക്കെയാണ്. ആരും വേദനിക്കേണ്ട, താനില്ലെങ്കിൽ തൻ്റെ കാമുകിക്ക് വിഷമമാവും, അതുകൊണ്ട് അവളെയും കൊലപ്പെടുത്തുന്നു എന്നൊക്കെ ആണത്ര ഇതിൻ്റെ കാരണമായി അഫ്വാൻ പറഞ്ഞത് എന്നൊക്കെയാണ് മാധ്യമങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തോ അള്ളാഹു ആയാലും നമുക്കൊന്നും അങ്ങനെയൊന്നും ചിന്തിക്കാനും ഉൾക്കൊള്ളാനൊന്നും കഴിയുന്നില്ല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു എല്ലാവരെയും രക്ഷപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.